ഇവിടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു മിലോസ് ട്രിങ്കിച്ച്. പക്ഷേ അത് ആർക്കും വലുതായിട്ട് അറിയത്തൊന്നുമില്ല. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ മിലോസ് ട്രിങ്കിച്ച് ആയിരുന്നു. ക്യാപ്റ്റൻ അഡ്രിയാനിലൂടെ ആംബാനെ മിലോസ് ട്രിങ്കിച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് പതിവ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാൾ മിലോസ് ട്രിങ്കിച്ച് ആയിരുന്നു. എന്ത് കണ്ടിട്ടാണ് എന്ന് എനിക്കറിയില്ല. പുള്ളി പറയുന്നത് ട്രെയിനിങ് സെഷനിൽ മിലോസ് ട്രിങ്കിച്ച് നന്നായിട്ട് മലത്തിയെന്നൊക്കെയാണ്. പക്ഷേ കളിക്കളത്തിലെ പ്രകടനങ്ങളിൽ കാറ്റാലയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലൊന്നും മിലോസ് ട്രിങ്കിച്ച് ഉണ്ടാക്കിയിട്ടില്ല. മാർക്കസ് മർഗുലെ പോലെയുള്ള ക്രെഡിബിൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനും പ്രതിരോധത്തിലെ കരുത്തനായ പോരാളിയും ഒക്കെ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന മിലോസ് ട്രിങ്കിച്ചും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം തായ്ലൻഡിലേക്കുള്ള ഏതോ ക്ലബ്ബിലേക്ക് ചേക്കേറുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതാണ് എൻ്റെ തിരിച്ചുവരുമെന്ന കമ്പാക്ക് എന്നൊന്നും പറഞ്ഞ് തള്ളുന്നൊന്നുമില്ല. പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്യും, പോവും, അത്രേ ഉള്ളൂ. എടോ, ഞാൻ വീഡിയോ ചെയ്യുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, പോരായ്മകളുണ്ട്, ഡിലേസ് ഉണ്ട് എന്നെല്ലാം എനിക്കറിയാം. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാറ്റാൻ പറ്റുമെന്നൊക്കെ ഞാൻ ശ്രമിക്കാം. ഏതായാലും എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പറയാനുള്ള ക്വാളിറ്റി ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരുപാട് തള്ളി മറിച്ചിട്ടുണ്ട്. ഇപ്പം കാര്യമായിട്ട് തള്ളി മറിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി, ബൈ.